या कुन्देन्दु तुषार हारधवला या शुभ्रवस्त्रावृता या वीणावरदण्ड मण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्कर प्रभृतिभिः देवैः सदा वन्दिता सा मां पातु सरस्वती भगवती निःशेषजाड्यापहा शुक्लां ब्रह्मविचार सारपरमा आद्यां जगद्व्यापिनी वीणापुस्तकधारिणीम् अभयदां जाड्यान्धकारापहा हस्ते स्फाटिकमालिकां विधदती पद्मासने संस्थिता वन्दे तां परमेश्वरीं भगवती बुद्धिप्रदां शारदा. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയമുള്ള നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിഷുസന്ധ്യ എന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതിന് ഞാനത് ആദ്യമായി ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു, സ്വാഗതം ആശംസിക്കുന്നു. ഭദ്രദീപം തെളിയിക്കുന്നതിനും ആശംസകളും അറിയിക്കുന്നതിനും വേണ്ടി ആറാബാർ മെമ്പർ സുരഭി സുമനെ സ്വാഗതം ആശംസിക്കുന്നു. ഹാർട്ട് ബീറ്റ്സ് ഓഫ് എടവിലങ്ങിൻ്റെ സ്നേഹസാദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ലബിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഫോട്ടോഗ്രാഫർ തിരക്കഥാകൃത്ത് സുനിൽ ചേട്ടന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഗാനരചയിതാവും ഷോർട്ട് ഫിലിം ഡയറക്ടറുമായ താജ് എടവിലങ്ങിനെ സ്വാഗതം ആശംസിക്കുന്നു. ഏഷ്യ ബുക്ക് റെക്കോർഡിലും തൻ്റെ പേരുകൂടി ചേർത്ത് നാടിൻ്റെ അഭിമാനമായി ഗ്രാൻഡ് മാസ്റ്റർ ആര്യന്തയെ വിഷു സന്ധ്യയ്ക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. 2022 ക്ഷീര കർഷകനുള്ള അവാർഡ് വാങ്ങിയ സുരേഷ് ഏട്ടനെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എടവിലങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന അനിൽകുമാർ സാറിനെ സ്വാഗതം ആശംസിക്കുന്നു. എടവിലങ്ങ് ഹെൽത്ത് സെൻ്ററിലെ അസിസ്റ്റൻറ്റ് സർജനായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജയതൻ സാറിനെ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ നാട്ടുകാർക്കും ഞാൻ വിഷു സന്ധ്യയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഉപവിഷ്ടയായിരിക്കുന്ന ഉദ്ഘാടക എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ അജിതൻ ഇന്നിവിടെ ഭദ്രദീപം തെളിയിക്കുകയും ആശംസ അർപ്പിക്കുകയുമായി എത്തിച്ചേർന്നിട്ടുള്ള
6ാം വാർഡ് മെമ്പർ സുരഭി സുമൻ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചിത്രകാരനും ഫോട്ടോഗ്രാഫറും സിനിമാ രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുൻചേട്ടനും, ഗാനരചയിതാവ്, എഴുത്തുകാരൻ, ഫോട്ടോ ഫിലിം ഡയറക്ടർ എന്നീ നിലകളിൽ കഴിവ് തെളിച്ചിട്ടുള്ള പ്രിയങ്കരനായ താജ് എടവിലങ്ങ് 5 മിനിറ്റ് കൊണ്ട് 14 കവിതകൾ ചൊല്ലി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് റെക്കോർഡ്സിലും തൻ്റേതായ പേര് പതിപ്പിച്ച നാടിൻ്റെ അഭിമാനം ഗ്രാൻഡ് മാസ്റ്റർ PJ ആര്യനന്ദയ്ക്കും, എടവിലങ്ങിൻ്റെ കാർഷിക മേഖലയെ വ്യക്തിമുദ്ര പതിപ്പിച്ച 2022 എടവിലങ്ങ് മികച്ച കാർഷിക അവാർഡ് നേടിയ PK സുരേഷേട്ടനും, വിവിധ സ്കൂളുകളിൽ അധ്യാപകനായി പ്രവർത്തിക്കുകയും നിലവിൽ എടവിലങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന RV അനിൽകുമാർ മാഷ്, എടവിലങ്ങ് ഹെൽത്ത് സെൻ്റർ അസിസ്റ്റൻ്റ് സർജനായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജയചന്ദ്രൻ സാറ്, ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്തും ക്ലബ്ബ് സെക്രട്ടറിയുമായ AR രാകേഷ്, കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ശ്രീനാഥ്, ഈ പരിപാടിയുടെ നടത്തിപ്പിനായി അഹോരാത്രം ബുദ്ധിമുട്ടിയ ക്ലബിലെ മെമ്പർമാരെ, ഈ പരിപാടിക്ക് ഊർജം പകർന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. (2022) ഹാർട്ട് ബീറ്റ്സ് ഓഫ് എടവിലങ്ങ് ക്ലബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് മുതൽ തുടർച്ചയായി 3 വർഷം എല്ലാ വിഷുവിനും പരിപാടികൾ നടത്തിയിരുന്നു. കൂടാതെ കുട്ടികൾക്കുള്ള പുസ്തക വിതരണം, പാവപ്പെട്ട ആളുകൾക്കുള്ള ചികിത്സാ സഹായം എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു. ഇടക്കാലത്ത് ക്ലബിൻ്റെ പ്രവർത്തനം നിലച്ചുവെങ്കിലും നാടിൻ്റെ ഓരോ സൽക്കർമ്മങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലും പങ്കാളികളാവാൻ ക്ലബിൻ്റെ മെമ്പർമാർക്ക് സാധിച്ചു എന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ക്ലബിൻ്റെ ആരംഭകാലത്ത് നിർമ്മിച്ച എടവിലങ്ങ് സ്കൂളിന് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കേടുപാടുകൾ തീർത്ത് നിലനിർത്തുവാൻ സാധിച്ചു. കൂടാതെ 2021-22 അധ്യയന വർഷത്തിൽ SSLCക്കുള്ള +2-നും ഫുൾ A+ നേടിയ കുട്ടികൾക്ക് അനുമോദനങ്ങൾ നൽകുവാനും സാധിച്ചു. ഇന്ന് ഈ വിഷു ദിനത്തിൽ വിഷുസന്ധ്യ എന്ന പ്രോഗ്രാമിലൂടെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും എത്തുകയാണ്. ഈ കാലയളവിനുള്ളിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ സഹപ്രവർത്തകരെ മനസ്സാ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പുതിയ ഒരു അധ്യായനത്തിന് നാന്ദി കുറിക്കുകയാണ്. ഭാവിയിൽ സാമൂഹ്യ നന്മയ്ക്കായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലും നാടിൻ്റെ പുരോഗതിയിലും വേണ്ടിക്കുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ കയ്യൊപ്പ് ചാർത്താൻ ശ്രമിക്കും. ഇതിനായി നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും അനുഗ്രഹവും ആശംസകളും സഹായ സഹകരണങ്ങളും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വൈകിയ ഈ വേളയിൽ എല്ലാവർക്കും വിഷുദിന ആശംസകൾ അർപ്പിക്കുകയാണ്. ഇത്തിരി വൈകി. എന്നോട് ശിവൻ ചേട്ടൻ പറഞ്ഞ് 3:30 തന്നെ എത്തണം എന്ന് പറഞ്ഞ് 3:30 തന്നെ എത്തിയിരുന്നു. അറിയാം ഇന്ന് വിഷുവാണെന്നറിയാം. അതുകൊണ്ട് എനിക്കും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിത് വേഗം തീർത്തുകൊണ്ട് വേഗം പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.
ഇപ്പോൾ നമ്മളെ അധ്യക്ഷൻ പറഞ്ഞു 2022 തുടങ്ങിയതാണ് നമ്മളെ ബീറ്റ്സ് ഓഫ് എടവിലങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ. അതിൽ കുറേ റിപ്പോർട്ട് വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അവർ. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് അവർ സഹായം ചെയ്തു, അതേപോലെ തന്നെ SSLCക്ക് +2 ഉന്നത വിജയം നേടിയ കുട്ടികളെ അവർ അനുമോദിച്ചു. അങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പോൾ അറിയാം. നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ നല്ല സേവനങ്ങളാണ് ക്ലബ്ബായാലും മറ്റുള്ള സാംസ്കാരിക നിലയങ്ങളായാലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ 3 കൊല്ലമായി ഭരണത്തിൽ കയറിയിട്ട് ഞങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ക്ലബ്ബുകളൊക്കെയാണ് ഞങ്ങൾ സഹായം തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നല്ല ഉയരങ്ങളിലേക്ക് എത്തണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പണ്ടൊക്കെ ക്ലബ്ബുകളിൽ കൂടെയാണ് കുട്ടികൾ ആയാലും മുതിർന്നവരായാലും അവരെ കഴിവുകളൊക്കെ തെളിയിച്ച് വരുന്നത്. ഇപ്പം അങ്ങനെയല്ല. കുട്ടികളെ പുറത്തൊക്കെ വിട്ടാണ് അവരെ കഴിവുകൾ ഒക്കെ അവർ പുറത്തേക്ക് എടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കേരളോത്സവം നടത്തിയപ്പോൾ 28 ക്ലബ്ബാണ് ഞങ്ങൾക്കവിടെ കേരളോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്ത് അവർ വന്നത്. അപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് ഞങ്ങളുടെ വാർഡുകളിലും ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ അങ്ങനെയാണ് അറിയണത് തന്നെ. ഇപ്പം എൻ്റെ വാർഡിലൊരു കുട്ടി നന്നായിട്ട് പാട്ട് പാടും. ഇതിൽ രജിസ്റ്റർ ചെയ്ത് വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് തന്നെ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ക്ലബ്ബുകൾ ആയാലും ഇങ്ങനത്തെ കഴിവുകളൊക്കെ ഉള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഞാനിവിടെ വന്നപ്പോൾ അന്മാഷിനോട് ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പരിസരത്താണ്, ഈ വാർഡിലാണ് ഏറ്റവും കൂടുതൽ PSCയിൽ എഴുതി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അന്മാഷ് പറഞ്ഞിരുന്നു അത് വേറെ ക്ലബ്ബാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ നല്ല ഉയരങ്ങളിലെത്താൻ എല്ലാ ക്ലബ്ബുകൾക്കും കഴിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അറിയാം കുട്ടികളൊക്കെ ഡിഗ്രി കഴിഞ്ഞ് പുറത്തു പോയി പഠിച്ച് അവർക്ക് ഗവൺമെൻറ് ജോലിനോട് താല്പര്യമില്ല. ഇപ്പം എൻ്റെ മകനായാലും പറയണത് ഇപ്പം ഡിഗ്രി ഇപ്പോൾ കഴിയാറായി. അവൻ പറയണത് പുറത്തേക്ക് പോകണമെന്ന്. ഞാൻ പറഞ്ഞ് PSC ഓൺലൈൻ ചെയ്തിട്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവന് തീരെ താല്പര്യമില്ല. അപ്പം നമ്മളെ മക്കൾക്കൊന്നും ഇനി PSCനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ പുറത്തേക്ക് പോകാനൊക്കെയാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഉന്നതിയിലെത്താൻ ഈ ക്ലബിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. അതോടൊപ്പം നമ്മളെ ഈ വിഷുസന്ധ്യ സാംസ്കാരിക സമ്മേളനം അനുമോദനവും നമ്മളെ സുരേഷ് ചേട്ടനുണ്ട്, നല്ലൊരു കർഷകനാണ് കേട്ടോ. വിവിധ മേഖലകളിൽ ഇപ്പോൾ അനിമാഷ് നല്ലൊരു പ്രിൻസിപ്പളാണ് അനിമാഷ്. അതേപോലെ തന്നെ താജുക്കാനാണ് എനിക്ക് പരിചയമുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ വിവിധ മേഖലകളിൽ ഇനിയും കുറേ നമ്മൾ അറിയാത്ത കുറേ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ആര്യനന്ദ, ഞാൻ വന്നപ്പോൾ അന്വേഷിച്ചിരുന്ന കുട്ടീനെ, ആ കുട്ടി എത്തിയിട്ടില്ല. ഇതേപോലെ തന്നെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച കുട്ടികളെയും ഇനിയും അവരെ മുന്നോട്ട് ഇതേപോലെ തന്നെ വേദികളിലൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചാലാണ് അവർ മുന്നോട്ടൊക്കെ വരാം. അപ്പോൾ ഇനിയും ഈ ക്ലബിന് അത് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം ഈ വിഷുസന്ധ്യ സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സന്തോഷമുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനൊരു ഇത് കിട്ടും. അത് മാത്രമല്ല, എനിക്ക് വേറെ കാര്യം പറയാൻ തോന്നിയത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ ഇടവലിയിലായാലും ചുറ്റുപാടിലായാലും ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ക്ലബ്ബുകൾ. അപ്പോൾ നമ്മളന്ന് നാടകം കാണാനും കഥാപ്രസംഗം കേൾക്കാനും മറ്റ് കലാപരിപാടികളൊക്കെ ഈ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന പരിപാടി, അപ്സര ക്ലബ്ബ്, കലാസദൻ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ പരിസരങ്ങളിലും. അത് പോകെ അത്തരം ക്ലബ്ബുകൾ ഇല്ലാതായി, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. പക്ഷെ ഇപ്പോഴും ഈ യുവാക്കൾ ഇത്തരം കൂട്ടായ്മയായിട്ട് ഇവിടെ തന്നെ ഉണ്ട്, ഇത്തരം ക്ലബ്ബുകളുണ്ട്. അത് രണ്ടും സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ PSCയിൽ ഏറ്റവും കൂടുതൽ PSCയിലുള്ള PSC വഴി ജോലി കിട്ടിയ ആൾക്കാരുള്ളത് ഇവിടെയാണ്, ഈ ഭാഗത്ത്. അതൊക്കെ ഈ ക്ലബിൻ്റെ, ഇവിടെയുള്ള മറ്റൊരു ക്ലബിൻ്റെ പ്രവർത്തകരുടെ ശ്രമഫലമായിട്ടാണ്. ഈ ക്ലബ്ബും അത്തരം പല പരിപാടികളും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലത്ത് അത് വംശനാശം സംഭവിച്ചു പോകുന്നതാണ് ഇന്നത്തെ ഇക്കാലത്തെ കൂട്ടായ്മകൾ. അത് മറ്റു പല രീതിയിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം കൂട്ടായ്മകളുള്ളത് നമുക്കൊരു അഭിമാനം തന്നെയാണ്.
പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആദരവ്, സത്യത്തിൽ ആദരവ് എനിക്ക് അവാർഡ് കിട്ടിയത് 2016 ആ സമയത്തും കുറച്ച് ഇങ്ങനെ ആദരവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മുങ്ങിയതാണ്. മറ്റൊന്നല്ല, നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. അവിടെ നമുക്കൊരു ആദരവ് തരുമ്പോൾ നമ്മളെന്തോ കുറച്ചുകൂടി വേറെ ലെവലിൽ പോകുന്നത് അത് നമ്മൾ മനസ്സുകൊണ്ട് അവിടെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, എനിക്കും പറയാനുള്ളത്, അതേപോലെ സത്യനന്ദിക്കാട് എല്ലാവർക്കും അറിയാമല്ലോ. ഈ സത്യനന്ദിക്കാടിനെ പുള്ളിയുടെ 25ാമത്തെ സിനിമയുടെ 25ാമത്തെ വാർഷികമായപ്പോൾ ആ നാട്ടുകാരെല്ലാവരും കൂടി ആദരവ് കൊടുക്കാൻ വേണ്ടി പുള്ളിയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ പുള്ളി അവരോട് പറഞ്ഞത്, ഭയങ്കര സന്തോഷത്തോടു കൂടി അത് പറഞ്ഞിട്ട് പുള്ളി അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ ഇപ്പം ഞാൻ അറിയപ്പെടുന്ന ഒരാളാണ് പുള്ളി പറഞ്ഞത്, അതല്ലാതെ കുറേ പ്രതിഭകളുണ്ട്, അല്ലെങ്കിൽ അതല്ലാതെ കലാകാരന്മാരോ ഇങ്ങനെ മറ്റു പല രീതിയിലുള്ള അവസരം കിട്ടി രക്ഷപ്പെട്ടവർ മാത്രമല്ലാതെ മറ്റ് ഒരുപാട് പേരുണ്ട് നമുക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ അന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത. അത് പുള്ളി പറഞ്ഞത് ചിലപ്പോൾ ഒരു ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അധ്യാപകൻ ഇവിടെ ആദരിക്കപ്പെട്ടു, ചിലപ്പോൾ ഒരു കമ്പൗണ്ടർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു തെങ്ങേറ്റ തൊഴിലാളി ആയിരിക്കാം. ചിലപ്പോൾ നമുക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവൻ തെങ്ങേറിയ ഒരാൾ നമ്മൾ കാണാൻ, അയാൾ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി. ഡ്രൈവറായിരിക്കാം, ചിലപ്പോൾ രാത്രി നമുക്ക് ഓട്ടം വിളിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു ടാക്സി ഓടിച്ച് അയാളുടെ ഒരുപാട് നമ്മളെ കഴിഞ്ഞ തലമുറനെയും ഈ തലമുറനെയും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി രാത്രി ഏത് സമയത്തും വിളിച്ചാൽ വരുന്ന ഒരു ഡ്രൈവർ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ കണ്ട് ഹരിലാൽ ഏട്ടൻ അവിടെ നടന്നങ്ങനെ പോകുന്നുണ്ടായി. പുള്ളി എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ലൈഫിൽ അദ്ദേഹം വേറെ എങ്ങും എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ പുള്ളി ഒരു പ്രതിഭയാണ്. ചെസ് കളിയിൽ പുള്ളി പല സ്ഥലങ്ങളിൽ പോയി ചെസ് കളി ടൂർണമെൻറ്റിൽ അറ്റൻഡ് ചെയ്യുകയും വിൻ ചെയ്യാറൊക്കെ ഉള്ള, അതിൽ പുള്ളി ഒരു ജീനിയസാണ്. പക്ഷെ എവിടെ എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും, പുള്ളി ചിലപ്പോൾ ആദരിക്കാൻ ആളുണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ശരിക്കും ആദരിക്കപ്പെടേണ്ട ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. ഇവരൊക്കെ എല്ലാവരും ആദരിക്കപ്പെടേണ്ടവരൊക്കെ തന്നെ, പക്ഷെ അവരെയും കൂടി ഇനിയുള്ള ശ്രദ്ധ എത്താത്ത അത്തരം മനുഷ്യരെയും കൂടി നമുക്ക് എല്ലാവരും ഒപ്പം ആദരിക്കണമെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്, ഒരു ചൂണ്ടിക്കാട്ടലാണ്. എനിക്ക് വേദി തന്നതിന് എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ എൻ്റെയും സുഹൃത്തുക്കൾ ഭയങ്കര സ്നേഹിതരാണ് എല്ലാവരും, എന്നെ ക്ഷണിച്ച ആൾക്കാരും. അപ്പം എനിക്ക് ഇതിനൊന്നും മുങ്ങാൻ പറ്റാത്തതിൻ്റെ പേരിലാണ്. എന്തായാലും എല്ലാവരോടും ഭയങ്കര സന്തോഷം, സ്നേഹം, നന്ദി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഉഷദിനാശംസകൾ. പിന്നെ ഒരു വേദിയുടെ ഔപചാരികത ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാവരും സദസ്സ് വേദിയൊന്നും വേണ്ട, നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു പ്രാസംഗികനൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വർത്തമാനം പറയാം, അത്ര പറ്റുള്ളൂ. പിന്നെ അപ്പോൾ സുനി പറഞ്ഞ പോലെ ആദരിക്കൽ, അതിനേക്കാളൊക്കെ നല്ല വേർഡ് ചേർത്ത് പിടിക്കലാണ്. അതായിരിക്കും ഒരു നല്ല വേർഡ് നമുക്ക്. കാരണം ആദരിക്കുന്ന ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് വരും. എനിക്കിവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത് പി ഭാസ്കരൻ മാഷ ഒരു വാക്കുകളാണ്. ഭാസ്കരൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ ജനിക്കാൻ നല്ലതാണ്, പക്ഷേ ജീവിക്കാൻ നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുള്ള അനുഭവമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ അങ്ങനെ എല്ലാവരും അങ്ങനെ അംഗീകരിക്കൊന്നുമില്ല പെട്ടെന്ന്. അവർ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത, അതൊരു ക്വാളിറ്റിയാണ്. പെട്ടെന്നൊന്നും അങ്ങനെ മികവിലേക്കൊന്നും നമ്മൾ അംഗീകരിക്കില്ല. ആളൊക്കെ കോഴിക്കോട്, ചെന്നൈ, മദ്രാസ് അങ്ങനെയൊക്കെയാണ് ആളുടെയൊക്കെ കലാരംഗങ്ങളിലൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നിൽക്കാൻ കാരണം അങ്ങനെയുള്ളൊരു അംഗീകാരം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു, നമ്മളന്ന് ചേർത്ത് പിടിച്ചു. വളരെ സന്തോഷമാണത് അറിഞ്ഞു ചെയ്യുക എന്നുള്ളത്. പിന്നെ വളരെ യാഥാർത്ഥ്യവും കലാപാരമ്പര്യമൊന്നും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ കലാജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ പാട്ടിൻ്റെ എഴുത്തിൻ്റെ വഴികളിൽ എൻ്റെ ഈ മണ്ണിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ എഴുത്തുകളിൽ അതുണ്ട്. കാരണം നമ്മുടെ ഇപ്പോൾ ഇവിടെ ഉണ്ണി ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളാണ് ഇവിടെ വിഷുക്കണി, കെട്ടുനിറ, വിളക്ക്, അതുപോലെ തന്നെ കളമിടൽ, ഉടുകൊട്ടുംപാട്ട്, ഭജന, ഇതൊക്കെ കണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഈ ഒരു സ്വാധീനം എൻ്റെ എഴുത്തുകളിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മാഷ് തിരുവല്ലാമലയിലുള്ള സമയത്തൊക്കെയാണ് ഞാൻ കവിതകളൊക്കെ എൻ്റെ
ഭയത്തോന്നിയതൊക്കെ എഴുതി മാഷ് കൊടുക്കാറുണ്ട്. അപ്പോൾ മാഷ് അതൊരു മാഷെ കാണിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ അവിടെ കുറേ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വേദി, ഇത് ഇവിടെ അല്ലാതെ എനിക്ക് വേറെ എങ്ങും പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കാൻ കാരണം ഈ മണ്ണിൻ്റെ ഒരു മണം, അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ സ്വാധീനം, ഇവിടുത്തെ ആചാരങ്ങൾ, ഇവിടുത്തെ ഈ സംസ്കൃതി ഇതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ കൊടുങ്ങല്ലമ്മയുടെ പാട്ട് എഴുതിയാലും മുരുകൻ്റെ പാട്ട് എഴുതിയാലും ഇതൊക്കെ എഴുതുന്നതിന് ഞാൻ സ്കന്ദപുരാണായാലും ശ്രീ മന്നാരണി ആയാലും 18 പടി മഹാത്മ്യമായാലും കൃഷ്ണായനായാലും ഇതൊക്കെ ഞാൻ വായിക്കാൻ കാരണം ഇത്തരം എൻ്റെ നിരീക്ഷണങ്ങൾ, ഇത്തരം ചടങ്ങുകൾ, ഇത്തരം ആചാരങ്ങളുടെ ഇടയിലൊക്കെ ഞാൻ ജീവിച്ചത് കൊണ്ടാണ്. അതിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ എല്ലാം കണ്ടെത്തിയതും എനിക്ക് എഴുതാൻ കഴിഞ്ഞതും. ഇന്നിപ്പോൾ ദാസേട്ടനോട് എല്ലാവരും എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എല്ലാ വർഷവും ഞാൻ അയ്യപ്പഭക്തൻ എഴുതുന്ന ഒരാളാണ്. ഇതിനൊക്കെ പിന്നിൽ നിങ്ങളുടെ സ്വാധീനം, നിങ്ങളുടെ ജീവിതചര്യകൾ അല്ലെങ്കിൽ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ട് വളർന്ന ഒരാളാണ്. ഇതൊക്കെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൻ്റെ അമ്മയുടെ പാട്ട്, ഇപ്പോൾ ജയന്തൻ്റെ പാട്ട് ഞാൻ ആൽത്തറയിലിരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ അമ്മയെ വാഴ്ത്താൻ അറിയാൽ കിളികൾ വന്നു എന്നുള്ള ഞാൻ ആൽത്തറയിൽ നിന്ന് കേൾക്കാറുണ്ട്. ജയന്തൻ പാടുന്നത് എൻ്റെ വരികളാണ്. കൊടുങ്ങല്ലൂരിൻ്റെ നമ്മുടെ രാമകുണ്ഡ ക്ഷേത്രത്തിൽ ഞാൻ എഴുതിയ പാട്ട് കേട്ടാണ് ഞാൻ ഉണരാറ്. ഇതൊക്കെ എൻ്റെ പുണ്യമാണ്, എൻ്റെ ഭാഗ്യമാണ്. അതൊക്കെ അത് നേടിത്തന്നതിന് നല്ല പങ്കുണ്ട് ഈ മണ്ണിന്. അപ്പോൾ വളരെ സന്തോഷമാണ് ഇങ്ങനൊരു വേദിയിൽ ഇതെനിക്ക് പറയാൻ കഴിയാൻ അതിനൊരു അവസരം ഒരുക്കിയ ഹാർട്ട് ബീറ്റ്സിൻ്റെ മെമ്പർമാർക്ക്. പിന്നെ ഈ കൂടിച്ചേരലുകളും ഒക്കെ കുറഞ്ഞൊരു കാലഘട്ടത്ത് ഇത്തരമൊരു വേദി അല്ലെങ്കിൽ ഇത്തരമൊരു കൂട്ടായ്മകൾ വളരെ അനിവാര്യമാണ്. പല കൂട്ടായ്മകൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതിന് പല നിറങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള വേറെ പല കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അതില്ലാതെ നമ്മൾക്ക് പറഞ്ഞ് തല്ലുപിടിച്ചും പരിഹസിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയും സംസാരിച്ച് നമ്മുടെ ദുഃഖങ്ങളും സുഖങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു വേദി, ഇത് നമ്മുടെ ഗ്രാമ കാഴ്ചകളാണ്. ഇതൊക്കെ നമ്മുടെ ഗ്രാമത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ആണ് നഷ്ടപ്പെടാതിരിക്കുന്നത്. അപ്പോൾ ഇത് നഷ്ടപ്പെടാതിരിക്കുന്നതോടൊപ്പം തന്നെ നല്ല പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെച്ചുകൊണ്ട് ഹാർട്ട്സ് ഓഫ് ബീറ്റ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും. എന്നിവിടെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകും. താങ്ക്സ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ നിന്ന് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യമായിട്ട് നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. ഇന്നത്തെ ഈ കാർഷിക മേഖലയിൽ പുതിയ തലമുറകൾ കടന്നു വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്താണെന്നറിയില്ല. അവർക്ക് അതിൻ്റെ വരുമാന സ്രോതസ്സ് അറിയാത്തതിൻ്റെ പേരിലായിരിക്കും. ഇന്ന് നമുക്ക് ഏതൊരു കാർഷിക മേഖല എടുത്തു കഴിഞ്ഞാലും 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങളാണ് വരുമാനം. അതിനെക്കുറിച്ച് ഇവിടുത്തെ ആൾക്കാർക്ക് ബോധ്യമില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കടന്നു വരില്ല. ഒക്കെ നമ്മൾ മടിയന്മാരായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഈ വിയർപ്പിൻ്റെ അസുഖമുള്ളവർ പറഞ്ഞു കൊണ്ടാണ്. എല്ലാവരും ഭയങ്കര മടിയന്മാരാണ്. അതിൽ ഇവിടെ ഇന്ന് ഈ തന്നിരിക്കുന്ന ഈ സ്വീകരണത്തിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഹാർട്ട് ബീറ്റ്സ് ഓഫ് ഡെവലപ്പിങ്ങിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ജിജേഷ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷാജിതൻ, നമുക്കെല്ലാവർക്കും സ്വാഗതം പറഞ്ഞ ശ്രീ AR രാജേഷ്, അതുപോലെ തന്നെ വിവിധ രംഗങ്ങളിൽ അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, 6ാം വാർഡ് മെമ്പറും ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ ഭദ്രദീപം തെളിയിക്കുകയും ചെയ്ത ശ്രീമതി സുരഭി സുമൻ, ഹാർട്ട് ബീറ്റ്സ് ഓഫ് ഡെവലപ്പിങ്ങിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ആദ്യമായി
ഇത്തരമൊരു ചടങ്ങിൽ സംബന്ധിക്കാനും നിങ്ങളുടെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങാനുമുള്ള അവസരം ഒരുക്കി തന്നതിന് ഹാർട്ട് ബീറ്റ്സ് ഓഫ് ഇടവിലങ്ങിൻ്റെ പ്രവർത്തകർക്കുള്ള നന്ദി, അവരുടെ കടപ്പാടും ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഹാർട്ട് ബീറ്റ്സ് ഓഫ് ഇടവിലങ്ങ് ഇതിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ വർഷം അല്പം തെറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. 2022 അതിനും ഒരുപാട് വർഷം മുമ്പ് തന്നെ ഈ ഒരു ക്ലബ്ബ് ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2002 തോന്നുന്നു. അന്ന് മുതൽ ഹാർട്ട് ബീറ്റ്സ് ഓഫ് ഇടവിലങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ഈ മേഖലകളിലുണ്ട്. സ്ട്രെങ്ത് ഓഫ് ഇടവിലങ്ങ് എന്ന് പറയുന്ന ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബും വായനശാലയുമൊക്കെ ഇവിടെ രൂപം കൊള്ളുകയും അത് അതിൻ്റെ രൂപീകരണ സമയത്ത് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ ക്ലബിൻ്റെ ഭാരവാഹികൾ എന്ന നിലയിലും അല്ലെങ്കിൽ ക്ലബിൻ്റെ പ്രവർത്തകർ എന്ന നിലയിലും സ്ട്രെങ്ത് ഓഫ് ഇടവിലങ്ങിൻ്റെ എല്ലാ ആശംസകളും ഹാർട്ട് ബീറ്റ്സിന് നേരുകയാണ്. അതുപോലെ തന്നെ മറ്റ് ഇവിടെ അനുകരണീയം അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നതിൽ ജയചന്ദ്രൻ ഡോക്ടർ ഒഴികെ ബാക്കി എല്ലാ ആളുകളും, ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ന് ആദരിക്കപ്പെട്ട എല്ലാ വ്യക്തികളും സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നുമില്ലാത്ത, കുടുംബ മഹിമയോ കുടുംബ പശ്ചാത്തലമോ വലിയൊരു അല്ലെങ്കിൽ ഒരു ആഡംബരത്തിൻ്റേതായിട്ടുള്ള ഒന്നും പറയാത്ത അല്ലെങ്കിൽ പറയാനില്ലാത്ത മേഖലയിൽ നിന്ന് വന്ന് അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് വിവിധ തലങ്ങളിലേക്ക് ഉയർന്നു വന്നവരാണ്. അത്തരക്കാരെ ആദരിക്കാൻ വേണ്ടി ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ KR സുനിയുടെ കാര്യം പറയുകയാണെങ്കിൽ, സുനിയെ അറിയാത്തവർ കേരളത്തിലധികം ആളുകളില്ല എന്ന് പറയാം. സിനിമാ മേഖലകളിലും മാതൃഭൂമി പത്രത്തിൽ പല പ്രാവശ്യം ഫീച്ചറുകൾ എഴുതി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നോട് ഇടവിലങ്ങ് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, ഹയർ സെക്കൻഡറിയിൽ 14 ജില്ലകളിൽ നിന്നുള്ള അധ്യാപകരുണ്ടാവും. ഏതെങ്കിലും നമ്മുടെ അടുത്തുള്ളവരല്ല, കൂടുതലുള്ളവർ അകലക്കാരാണ്. ഈ ഫീച്ചറുകളൊക്കെ വായിച്ചിട്ട് എന്നോട് പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട്, അറിയുമോ, സുനിലിനെ അറിയുമോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് വളരെ നൈബറാണ്, വളരെ ചെറിയ പ്രായം മുതൽ അറിയുന്നതാണ്, അങ്ങനെ കാര്യങ്ങൾ പറയാറുണ്ട്. ഇതേപോലെ തന്നെയല്ലേ താജിൻ്റെ കാര്യം നോക്കുക. ഞാൻ പഠിപ്പിച്ചതാണ്. ആദ്യമായിട്ട് ഞാൻ ട്യൂഷൻ എടുത്തപ്പോൾ താജ് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ആ കാലഘട്ടം മുതൽ തന്നെ നമ്മൾ വളരെ അടുത്ത ഒരു കൂടപ്പിറപ്പിനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഉള്ളതാണ്. താജ് എഴുതിയ തുടങ്ങിയ സമയത്ത് തന്നെ, അന്ന് ഞാൻ തിരുവില്ലാമല, അത് കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലും വർക്ക് ചെയ്യുമ്പോൾ ഒരു പുസ്തകം എന്നെ ഏൽപ്പിച്ചു. അതായത് ഓരോ പേജിലും, ഒരു 200 പേജിൻ്റെ ഒരു നോട്ട്ബുക്കാണ് തോന്നുന്നു, ഓരോ പേജിലും താജ് അവൻ്റെ ഭാവനയിൽ കാണുന്ന രൂപത്തിലുള്ള എഴുത്തുകൾ പാട്ടിൻ്റെ രൂപത്തിൽ, കവിതയുടെ രൂപത്തിലൊക്കെ എഴുതിയിട്ട് ഇതൊന്ന് തെറ്റിതിരുത്തി കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ മലയാള കവിതയെ വായിച്ചാലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെറ്റിതിരുത്താനൊന്നും മാത്രം കഴിവുള്ള ആളുമല്ല. അങ്ങനെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ അന്ന് വാണിയമ്പലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാള അധ്യാപകനായിട്ടുള്ള ബൈജു മാഷിൻ്റെ കയ്യിൽ കൊടുക്കുകയും ബൈജു മാഷ് അത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ കണ്ടെത്തി. പക്ഷെ അന്ന് എന്നോട് പറഞ്ഞു, ഇവൻ വളർന്നു വരൂ കേട്ടോ, ഇവൻ നമ്മൾ വിചാരിക്കണ പോലെയല്ല, നല്ല ഭാവനയുണ്ട്, കഴിവുണ്ട്, ഭാഷയുമുണ്ട്, സാഹിത്യവുമുണ്ട്, അതുകൊണ്ട് കുറേയും കൂടി പരന്ന വായന ആവശ്യമുണ്ട്. ആ പരന്ന വായനയ്ക്ക് വേണ്ടി അവനോട് പരിശ്രമിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകം മടക്കി കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി. അതുപോലെ തന്നെ സുരേഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സുരേഷിൻ്റെ അച്ഛനും നല്ലൊരു കർഷകനായിരുന്നു. അപ്പോൾ നേരത്തെ സുരേഷിവിടെ പറഞ്ഞു, വൈറ്റ് കോളർ ജോബിലേക്കാണ് എല്ലാവർക്കും താല്പര്യം, കാർഷിക രംഗത്തേക്ക് ആരും വരുന്നില്ല.
അതിനൊരു കാരണം അവർക്കിതിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കക്കിരി കുത്തിക്കഴിഞ്ഞാൽ ആ സീസൺ കഴിയുമ്പോഴേക്കും വാസ്തവത്തിലൊരു കക്കിരി കർഷകന് ലക്ഷങ്ങളുടെ പ്രോഫിറ്റാണ് ഏതാണ്ട് ഒരു 45 ദിവസം കൊണ്ട് കിട്ടുക. അത് സുരേഷ് നന്നായിട്ടറിയാം. പക്ഷെ ഇതൊന്നും അറിയാതെ നേരത്തെ പറഞ്ഞതുപോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഇത്തരക്കാരുടെ അവരുടെ പ്രയത്നത്തെ, അവരുടെ കാഴ്ചപ്പാടിനെ, അവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ തയ്യാറല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഡോക്ടറെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ആര്യനന്ദ ഈ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് വരുന്നതിന് ഒരു നിമിത്തം അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കണം. നമ്മൾ അറിയപ്പെടുന്ന ആളുകൾ ഈ കവിത കേട്ട് ഈ കുട്ടി ചൊല്ലുന്ന കവിത സത്യസന്ധമാണ്, അത് കൃത്യമായിട്ട് ആ മിനിറ്റിനുള്ളിൽ തന്നെ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്താലാണ് ഈ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഇതിലേക്ക് കയറി വരിക. അപ്പം അതിനും ഞാനൊരു സാക്ഷിയാണ്. ഞാനാണ് ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ആര്യനന്ദയ്ക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുകയും പിന്നെ കഴിവുകൾ ലോകം അംഗീകരിക്കപ്പെടുകയും ചെയ്യും. അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ കുട്ടിയുടെ കഴിവിന്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഇവിടെ വിളിച്ച് ആദരിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം കൂടിയും പറയാം. 2000 അതായത് ശിവനോട് സൂചിപ്പിച്ചു എങ്കിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ ആദ്യം സർവീസിൽ കയറുന്നത് 1995 തിരുവില്ലാമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ആ തിരുവില്ലാമലയ്ക്ക് അന്ന് എന്താ പറയുക, ഈ തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ട് പുനർജനി ഞൂളാൻ വേണ്ടിയിട്ട് അന്ന് സ്ട്രെങ്ത് ഓഫ് ഡെവലപ്മെൻറ്റ് വളരെ സജീവമായി കത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടുത്തെ സ്ട്രെങ്ത് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ മെമ്പർമാരൊക്കെ തിരുവില്ലാമല വരികയും അവർ ഗുരുവായൂർ ഏകാദശി ദിവസം പുനർജനി ഉണ്ട്. അങ്ങനെ തിരുവില്ലാമലയുമായിട്ട് ഇവിടുത്തെ ആളുകൾക്കൊക്കെ നല്ല ബന്ധമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത പഞ്ചായത്തിൽ തന്നെ പാമ്പാടിയിൽ വർക്ക് ചെയ്തു, പിന്നെ മന്ദലാംകുന്ന് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1998 ഞാൻ മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. അവിടെയാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ എല്ലാ ഉയർച്ചയിലെയും അല്ലെങ്കിൽ എൻ്റെ കഴിവുകളൊക്കെ തെളിയിക്കാൻ എനിക്ക് പറ്റിയ ഒരു അവസരമായിരുന്നു. അതിൽ 2001 ആണ് എൻ്റെ വിവാഹം കഴിയുന്നത്. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായ അല്ലെങ്കിൽ ഇന്നത്തെ നിലയിൽ എത്തിയതിൽ ഏറെ സ്വാധീനം ചെലുത്തിയത് എൻ്റെ ഭാര്യ സ്മൃതിയാണ്. 2001 ഓഗസ്റ്റ് 26 വിവാഹം കഴിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള, അന്നൊന്നും ഞാൻ ഈ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ സാധാരണ ഒതുങ്ങിക്കൂടുന്ന ഒരാളായിരുന്നു. പക്ഷേ നമ്മളെങ്ങനെയൊന്നും നിന്നാൽ പോരാ, കൂടുതൽ ഉയരത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ പിന്നീട് തിരക്കുകളൊക്കെ കാരണം കൊണ്ട് സ്ട്രെങ്ത് ഓഫ് ഡെവലപ്മെൻറ്റിൽ ഒരു ഗ്രാമീണ വായനശാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയും അതിന് ഗ്രന്ഥശാല സംഘത്തിൻ്റെ അഫിലിയേഷൻ നേടിയെടുക്കുകയും തുടർന്ന് ഒരു PSC കോച്ചിങ് ആരംഭിക്കുകയും ക്ലബിലെ തന്നെ നിരവധി പ്രവർത്തകർക്ക് അപ്രാപ്യമായിരുന്ന സർക്കാർ സർവീസിലേക്ക് അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിൽ അവരെ എത്തിക്കാനായിട്ട് കഴിഞ്ഞതും ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇന്ന് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നുള്ള ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇവിടെ കേരളത്തിൽ നിൽക്കാനോ കേരളത്തിലെ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനോ ഒന്നും താല്പര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ ആസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലേക്കോ ഒക്കെ പോകണമെന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേക മനോഭാവം. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പുതിയ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ തലമുറയ്ക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടാനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ആ ഇഷ്ടങ്ങളിൽ ആണ് അവരെത്തിയിരിക്കുന്നത്. എന്ന് വെച്ച് കേരളം മോശമായൊരു സ്ഥലമായിട്ടല്ല.
കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ മേഖലകളിലും എല്ലാ തരത്തിലും ഉയർന്നു തന്നെയാണ്, തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ടും കുട്ടികൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഇതിനേക്കാൾ ഉയർന്ന, നമ്മൾ ഓരോ മനുഷ്യൻ്റെയും പ്രത്യേകതയാണ്, നമ്മളിപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ ഉയർന്ന രീതിയിൽ, നമ്മളുടെ മാതാപിതാക്കൾ ജീവിച്ചതിനേക്കാൾ ഉയർന്ന രീതിയിൽ ഉയർന്ന തലങ്ങളിലേക്ക് എത്തണമെന്ന് ഓരോ ജനറേഷനും ആഗ്രഹിക്കുന്നു. അതിന് അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മോശമായ എന്ന് ചിന്തിക്കുകയും വേണ്ട. ഇതൊരിക്കലും മോശമായത് കൊണ്ടല്ല അവരങ്ങനെ ചിന്തിക്കുന്നത്. അവർക്ക് ഇതിനേക്കാൾ നല്ലത് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. ആ ആഗ്രഹത്തിൽ അവർ ഉയർന്ന ജോലിയും ഉയർന്ന ശമ്പളവും ഉയർന്ന ജീവിത നിലവാരവും ഒക്കെ ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, എല്ലാത്തരം കെട്ടുപാടുകളിൽ നിന്ന് മോചിച്ച് സർവതന്ത്ര സ്വതന്ത്രരായിട്ട് വിഹരിക്കാൻ, എല്ലാവിധ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പറന്ന് നടക്കാനാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആഗ്രഹം. ആ തലമുറ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു, നമ്മളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു, ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നഷ്ടപ്പെടുന്നു. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്കാർക്കും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, നേരത്തെ സുരേഷ് സൂചിപ്പിച്ച, സുനിയാണെന്നുകൊണ്ട് പറഞ്ഞത്, ഒരുപാട് ക്ലബ്ബുകളുള്ളൊരു പ്രദേശമായിരുന്നു എടവിലങ്ങ്. കലാസദൻ, ആശാൻ നഗർ, അതുപോലെ തന്നെ അപ്സര, ഇങ്ങനെ ഒരുപാട് ക്ലബ്ബുകൾ. ആ ക്ലബ്ബുകളൊക്കെ നിരവധി വർഷക്കാലം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഓണത്തിനും വിഷുവിനുമൊക്കെ നിരവധി കലാപ്രകടനങ്ങൾ, കലാസന്ധ്യകളൊക്കെ നടത്തിയതാണ്. പക്ഷേ കാലം കഴിഞ്ഞു പോകും തോറും അവർക്ക് അവരുടെ മനോഭാവങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു. പുതിയ തലങ്ങളിലേക്ക് വന്നു. പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരാതിരുന്നു. അതുകൊണ്ടാണ് അവർക്കത് തുടർന്നു പോകാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് ഹാർട്ട് ബീറ്റ്സ് ഓഫ് എടവിലങ്ങ് പുതിയ തലമുറയെ കൂടി ചേർത്ത് പിടിച്ച് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കാതെ നിരന്തരം ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദി പ്രകാശിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനിവിടെ വന്ന് താമസിച്ചിട്ട് 5 വർഷമായി ഏകദേശം. അപ്പോൾ ഒരുവിധ ആൾക്കാരെല്ലാം എനിക്ക് സുപരിചിതരാണ്. എല്ലാവരും എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് എടവിലങ്ങ് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ള ഓരോ നല്ല കാര്യങ്ങൾ, എന്നെ ഇവിടെ വിളിച്ച് ഈ ഒരു ആദരവ് മറ്റുള്ള മഹത് വ്യക്തികളോടൊപ്പം തന്നതിൽ എന്നിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും എല്ലാം നിങ്ങളോട് അറിയിച്ചുകൊള്ളുന്നു. അതേപോലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും വിഷുദിനാശംസ നേരെയാണ്. പിന്നെ ഹാർട്ട് ബീറ്റ്സ് ഓഫ് എടവിലങ്ങിനെ പറ്റി, അത് ഇത്തരത്തിലുള്ള കുറേ ക്ലബ്ബുകളുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്ക് കുറച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റും. ഹാർട്ട് ബീറ്റ്സ് ഓഫ് എടവിലങ്ങിൻ്റെ ഇനിയുമുള്ള പ്രവർത്തനങ്ങൾ വളരെ ഉയരത്തിലെത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയ നാട്ടുകാരെ, കലാസ്നേഹികളെ, ഏവർക്കും ഹാർട്ട് ബീറ്റ്സ് ഓഫ് എടവിലങ്ങിൻ്റെ വിഷുദിന ആശംസകൾ. ക്ലബിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ ജിജേഷ് രാമൻകുളത്തിനും സ്വാഗതം ആശംസിച്ച ക്ലബിൻ്റെ സെക്രട്ടറി രാകേഷ് അവണിപ്പുള്ളിക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വിഷുദിനത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ഈ സാംസ്കാരിക സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിഷ അജിതന് ക്ലബിൻ്റെ നന്ദി അറിയിക്കുന്നു. ക്ലബിൻ്റെ ഏതൊരു കാര്യത്തിലും വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തി ഭദ്രദീപം തെളിയിക്കുകയും ആശംസ അർപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി സുരഭി സുമനും ഈ വേളയിൽ ക്ലബിൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് വിഷുസന്ധ്യ എന്ന ഈ പരിപാടിയിൽ
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തി ക്ലബിൻ്റെ സ്നേഹാദരം സ്വീകരിച്ച വിവിധ മേഖലകൾ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ നാടിൻ്റെ പേര് വാനോളം ഉയർത്തിയ ശ്രീ KR സുനിൽകുമാർ, ശ്രീ താജ് എടവിലങ്, ശ്രീ RV അനിൽകുമാർ മാസ്റ്റർ, ശ്രീ ഗ്രാൻഡ് മാസ്റ്റർ PJ ആര്യനന്ദ, ശ്രീ PK സുരേഷ്, ഡോക്ടർ ജയചന്ദ്രൻ എന്നിവർക്കും ക്ലബിൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ ഈ വിഷുദിന പരിപാടി നടത്തുവാനായി ഈ സ്ഥലം അനുവദിച്ചു തരികയും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ 2ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ സ്പോൺസർ ചെയ്യുകയും ചെയ്ത ശ്രീ മണിലാൽ പുളിക്കൽ അവർകൾക്കും, 1ാം സമ്മാനം സ്പോൺസർ ചെയ്ത അരുൺ കാട്ടിൽ, 3ാം സമ്മാനം സ്പോൺസർ ചെയ്ത കനകം ഫർണിച്ചർ വർക്ക്സിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ശബ്ദവും വെളിച്ചവും നൽകി നമ്മളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സാരംഗി സൗണ്ട്സിനും സ്റ്റേജ് പന്തൽ സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഒല്ലാശ്ശേരി പന്തൽ വർക്ക്സിനും നമുക്ക് സൗണ്ട് ഉപയോഗത്തിന് അനുവാദം നൽകിയ കൊടുങ്ങല്ലൂർ പോലീസിനും ഈ വേളയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ വിഷുസന്ധ്യ നടത്തുന്നതിനായി വിവിധ രീതിയിൽ ഞങ്ങളോട് സഹകരിച്ച JJ കാസിൽ ബാർ ആൻഡ് ഹോട്ടൽ കൊടുങ്ങല്ലൂർ, നീതി മെഡിക്കൽ സ്റ്റോർ ആൻഡ് മെഡിക്കൽ ലാബ് എടവിലങ്, മണപ്പാടൻസ് വെസൽസ് കൊടുങ്ങല്ലൂർ, ലക്ഷ്മി എർത്ത് മൂവേഴ്സ് എടവിലങ്, സിദ്ധി മെഡിക്കൽസ് നാലങ്കുടി വഴി എന്നീ സ്ഥാപനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പരിപാടികൾ പങ്കെടുത്തും ആസ്വദിച്ചും പ്രോത്സാഹിപ്പിച്ചും ഈ വിഷുസന്ധ്യ വൻ വിജയമാക്കി തീർക്കുവാൻ എത്തിച്ചേരുകയും ചെയ്ത എല്ലാ മാന്യ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങളിൽ നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും വിഷു ആശംസകൾ അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.